Hi guys, Assalamu alaikum. This is Biju Fahima here. Welcome back to my channel. ഉണ്ണിയപ്പം ഇഷ്ടമുള്ള എല്ലാവർക്കും ഉണ്ണിയപ്പം എന്ന് കേൾക്കുമ്പോൾ തന്നെ തിന്നാൻ തോന്നും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉള്ളിൽ നല്ല ആരെല്ലാം വന്ന കറക്റ്റ് ടെക്സ്ചറിലുള്ള ഉണ്ണിയപ്പാണെങ്കിൽ പിന്നെ പറയാണ്ട് ഉണ്ടാക്കിയിട്ട് തിന്നിട്ട് തന്നെ ബാക്കി കാര്യം അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇത് എൻ്റെ മദർ ഇൻ ലോൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇത് ട്രഡീഷണൽ ആയിട്ട് ഫോളോ ചെയ്ത് തരുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് പച്ചരി 2 മണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അരി നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് സോക്ക് ചെയ്യേണ്ടത്. ഇനി ഇതൊരു മിക്സറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മെൽറ്റ് ചെയ്ത ജാഗരി സ്ട്രെയിൻ ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 250 ഗ്രാം ജാഗരി 1/2 കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്തെടുത്തതാണിത്. ജാഗരി ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമാണ് ഒഴിക്കാൻ പാടുള്ളൂ. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇട്ട് നല്ല സ്മൂത്ത് ബാറ്ററായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ അരച്ചെടുത്ത ബാറ്റർ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ സെയിം മിക്സിയിലേക്ക് 3 ചെറിയ പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് തടിയുള്ള പഴം ആയതുകൊണ്ടാണ് 3 എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 4 വരെ എടുക്കാം. പഴം എടുക്കുമ്പോൾ നല്ല സ്വീറ്റ് ആയിട്ടുള്ള പഴം എടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത പഴം നേരത്തെ അരച്ചു വെച്ച ബാറ്ററിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 5 മണിക്കൂറിന് ശേഷമാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. അത്രയും ടൈം വെച്ചാലാണ് നല്ല സോഫ്റ്റായിട്ട് കറക്റ്റ് ടെക്സ്ചറിലുള്ള ഉണ്ണിയപ്പം കിട്ടാൻ. നിങ്ങൾ വൈകുന്നേരം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ രാവിലെ തന്നെ അരച്ചു വെച്ചാൽ നല്ലതായിരിക്കും. 5 മണിക്കൂറിന് ശേഷം ഉണ്ണിയപ്പം പൊരിച്ചെടുക്കാൻ പോകുന്ന തൊട്ട് മുമ്പ് ഇതിലേക്ക് 1 ടീസ്പൂൺ കറുത്ത എള്ളും 2 ടേബിൾ സ്പൂൺ പൊരിച്ചെടുത്ത തേങ്ങാക്കൊത്ത് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഉണ്ണിയപ്പ ചട്ടിയിൽ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഓരോ കുഴിയിലും ഇതുപോലെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞാൽ സൈഡിൽ ഈ ഒരു കളർ ചേഞ്ച് ആയാൽ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഫ്ലിപ്പ് ചെയ്ത് ഈ ഒരു കളർ ആയാൽ തന്നെ ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. അധികമായിട്ട് കളർ ചേഞ്ച് ആവാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓയിലിലെടുത്ത് പുറത്ത് വെച്ചാലും ആ ഒരു ചൂടിൽ പിന്നെയും കളർ ചേഞ്ച് ആവും. കണ്ടില്ലേ, ഈ ഒരു കളറാണ് ഉണ്ണിയപ്പത്തിന് വേണ്ടത്. ഈ ഒരു കളറിൽ എടുത്താൽ മാത്രമേ നല്ല സോഫ്റ്റായിട്ട് കറക്റ്റ് ടെക്സ്ചറിലുള്ള ഉണ്ണിയപ്പം കിട്ടുള്ളൂ. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ആരലിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണിത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിലോ മെസ്സേജ് ചെയ്യണം. ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ കീപ് വാച്ചിങ്. താങ്ക് യു.